നിനക്ക് ലൈനായ നീ എന്താ എന്റെ അടുത്ത് പറയാണ്ടിരുന്നേ? തന്റെ അടുത്തല്ല പറയണ താനാരും നീ കെട്ടാൻ പോണ പെണ്ണല്ലേ? പെണ്ണിനെ കുറിച്ച് 4 ആൾക്കാരെടുത്ത് ചോദിച്ചറിഞ്ഞോടെ? നമ്മളൊക്കെ അറിയണ ആൾക്കാരല്ലേ? എവിടെ വീട്? പാലക്കുന്ന്. പാലക്കുന്ന് നമുക്കറിയണ സ്ഥലമാണല്ലോ. അച്ഛന്റെ പേര് ജോസ്. ജോസേണ്ണ മോളാ? എന്റെ പൊന്നു മോനെ വേണ്ടാട്ടാ. ജോസേണ്ണ അറിയോ? പിന്നല്ലാണ്ട് ജോസേണ്ണ മോള് പെസക പെശകാണോന്നാ? നീ ഇപ്പൊ വേണമെങ്കിൽ കൈ ഒഴിഞ്ഞ് കൈ കഴിക്കോ. ജോസല്ല പിന്നെ തന്റെ അടുത്തെല്ലാം പറയണ്ട ആവശ്യമുള്ളൂ. അപ്പൊ പെണ്ണിന്റെ പേര് പുറത്ത് പറയാൻ കൊള്ളില്ല. ആ പെണ്ണിനാണ് കല്യാണം കഴിക്കാൻ പോണത്. അച്ഛന്റെ പേര് ജോയ്. ജോയേട്ടന്റെ മോളാ? അയ്യേ വേണ്ടട്ടാ മോനെ. ജോയേട്ടന്റെ മോള് അറിയോ? നീ പ്രായം തൊട്ടറിയാം. 6ാം പറപ്പ് പെണ്ണായി ജനിച്ച എങ്ങനെ ഉണ്ടാവും? അതാണ് അവള്. ജോയേട്ടന്റെ മൂത്ത മോളെ കുറിച്ചാണ് താൻ പറയണത്. മൂത്ത മോളല്ല, പിന്നെ താഴെ കാട്ടി ചേച്ചിയേക്കാൾ 10 മടങ്ങ് പതിമുഖം. അവളെ അകലെ വെച്ച് കണ്ടുകഴിഞ്ഞാലേ ഇവിടെ വെച്ച് മുണ്ട് പറിച്ചോണ്ടെന്ന നാട്ടുകാര് പറയാ. അഴുക്കപ്പയില് അവളെ കാണുമ്പോഴേ താൻ മുണ്ട് പറക്കി ഓടിക്കും. ഈ കാണുന്ന ലുക്കൊന്നുമില്ലാട്ടാ. എന്നെയാണ് അത്ര ലുക്കൊന്നുമില്ല. ഈ ഫോട്ടോയിൽ കാണുന്ന ഭംഗിയൊന്നുമില്ലാന്ന് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, ഫോട്ടോയിലും കണ്ടിട്ടുണ്ട്. അവളുടെ അച്ഛേ നാടറിയണ ഒരു നാട്ടുകൗട്ടയാ. എന്റെ അച്ഛനും കൗട്ടയാ. ഗ്യാപ്പിട്ട് ഞാൻ അടിക്കും. അവളുടെ കുടുംബക്കാരായിട്ടൊന്നും നീ ഒന്ന് രസിച്ച് പോയില്ല എന്റെ മോനെ. എന്നാ അവളെ കുടുംബത്തിക്കാരെ പോണ? അവളെ കെട്ടിക്കൊണ്ടില്ലേ ചെയ്യണ? അയ്യോ അവളൊന്നും കെട്ടി നിന്റെ കുടുംബത്തിൽ കൊണ്ടില്ലേ? അരി വേവണ അടുപ്പിന്റെ ഉള്ളിൽ ആറ്റമോ വിട്ടി പൊട്ടിച്ച പോലെ നിമിഷ നേരം കൊണ്ട് ചീറ്റിങ്ങാവും നിന്റെ വീട്. എന്നാ അവളെ കെട്ടിട്ട് എന്റെ കുടുംബത്തിൽ ഞാൻ കൊണ്ടില്ലേ? ഞാൻ അവളെ വേറെ വീട് താമസം. അവളെ നിനക്കൊന്നും മേക്കാൻ പറ്റിയ ഫുള്ള് മേക്കപ്പാണ് അളിയാ. ഞാൻ മേക്കപ്പ് ഇടാണ് കണ്ടിട്ട് മേക്കപ്പ് ഒട്ടും കണ്ടിട്ടുണ്ട്. അതല്ല ഇതിനൊക്കെ ഇത് വേണമെന്ന് ചിക്കളി. ഞാൻ പണിക്ക് നോക്കുന്നുണ്ട്. അവളുടെ കുടുംബത്തിലുള്ളവരെ ഓരോരുത്തരും ചാത്തൻ സേവയാണ്. അതെനിക്കറിയാം. ഇത് ചെയ്യാൻ വേണ്ടി നമ്മളെ വളച്ചോക്കണേ. നാട്ടിൽ അവളെ കൈവയ്ക്കാത്ത ആരുമില്ല. അവളെ ആർക്കൊക്കെ ലൈനാണ് അവളെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് വിഷമാവില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. ഓക്കെ അവള് എനിക്ക് വളഞ്ഞിട്ട ഞാൻ എത്ര വലിയ കൂതരാന്നറിയോ? എനിക്ക് വരെ എനിക്കൊക്കെ മടുത്തിട്ട വിട്ടാളിയാ ഞാൻ. അതെനിക്കറിയാം. ഞാൻ അവള് സെറ്റായിപ്പോഴേ തൻ്റെ ഫോട്ടോ തേച്ച് കൊടുത്തത്. അപ്പൊ അവള് പറയാ ഈ 4 കൊല്ലമായിട്ട് എൻ്റെ പിന്നെ നടക്കുന്നുണ്ട്. താനായിട്ട് റിക്വസ്റ്റ് അവളെ എനിക്ക് കാണിച്ചു തന്നു. റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ താൻ പിന്നെ ഡിലിറ്റ് ചെയ്ത് പിന്നെ അയക്കാൻ നിൽക്കണത്. നാണിൽ തനിക്ക് നന്നായിക്കൂടെ? അപ്പൊ നീ എല്ലാം അറിഞ്ഞുകൊണ്ടാണല്ലേ നാശത്തിലേക്കാ നിന്റെ പോക്ക്. ഈ നാട്ടിൽ ഒരുത്തരും കപ്പിളായി ജീവിക്കാൻ ഈ സിംഗിൾ സൈമ സമ്മതിക്കില്ല. നശിച്ചവനാ ഞാൻ, നശിപ്പിക്കും ഞാൻ. പണ്ടാരടങ്ങി. അപ്പൊ പേടിയുണ്ട് നിനക്ക്? അതല്ല, ഞാൻ അവളെ വീട്ടിൽ കൂടോത്രം ചെയ്യാൻ പോയി പറഞ്ഞില്ലേ? തനിക്ക് കോഴിത്തല്ലിൽ കൂടോത്രം ചോദിച്ചിട്ടുണ്ടോ? വൈകാതെ എന്റെ പണി തനിക്ക് കിട്ടും. ഓരോരോ അന്ധവിശ്വാസങ്ങളെ. രമേശ് ചേട്ടാ അതെ എവിടെ പോണു? ഇയാൾക്ക് ലൈനായ എന്താ മൈൻഡ് ചെയ്യാത്ത? രമേശ് ചേട്ടോ